ഓണം ആയിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും സദ്യ. ബന്ധുക്കളുടെ വീട്ടിൽ ചെന്നാലും സദ്യ. ഇന്ന് ഞങ്ങളുടെ ഓണം എൻ്റെ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ. ചെന്ന ഉടനെ കഴിക്കാനായിരുന്നു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ചേട്ടൻ വായി കോലുമുട്ടായി ഇട്ടുകൊണ്ട് ഇലയിൽ സദ്യ വിളമ്പിക്കൊണ്ടിരുന്നത്. ഞാൻ കഴിക്കാതിരുന്ന അപ്പോൾ തുമ്പിമോൾ എൻ്റെ മടിയിൽ കയറിയിരുന്നു. അവൾക്ക് ഞാൻ പിന്നെ വാരി കൊടുത്തു. ഇതിനി ഒരു വീട്ടിലേ ആയിട്ടുള്ളൂ, ഇനിയും 2 വീട് ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനുള്ളിൽ ആ 2 വീട്ടിലും കൂടെ കയറി കഴിച്ച് തീർക്കണം. കഴിച്ചൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി എല്ലാവരും കൂടെ ചീട്ട് കളിക്കാനിരുന്ന്. തുമ്പിയായും കളിക്കാൻ വിളിക്കാത്തതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് ഇന്ന് ചീട്ട് കളിക്കുമായിരുന്നു. അവളാണ് ഒറ്റയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തുക. ഞാൻ പിന്നെ ചീട്ടൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. ഈ ഓണപ്പരിപാടിയുടെ ചാർട്ടാണെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് കാണിച്ചത്. പിന്നെ ഓണപ്പരിപാടി സ്റ്റാർട്ട് ചെയ്ത്. നല്ല രസമല്ലേ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടി ഓരോന്നും. ഞാൻ എല്ലാ ഐറ്റത്തിലും പങ്കെടുത്തെങ്കിലും ഒരൈറ്റത്തിന് മാത്രമേ എനിക്ക് ഫസ്റ്റ് കിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും ഞാൻ 8 നില പൊട്ടി. അതൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയത്. അതായത് എൻ്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്നതെന്ന് ചോദിച്ചാൽ കയ്യിലിരിക്കുന്നതൊക്കെയാണ് ഗിഫ്റ്റ് കേട്ടോ. ഓരോരുത്തരുടെയും പേര് വിളിച്ച് അവർക്ക് ഫസ്റ്റ് കിട്ടിയ ഐറ്റത്തിനെല്ലാം ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നു. വലിയ ഗിഫ്റ്റൊന്നുമല്ല, പിന്നെ എല്ലാവർക്കും കൂടെ ഒരു ഒത്തുകൂടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ ഓരോരുത്തർക്ക് തുമ്പിയും വേദൂസും നന്ദുവും എല്ലാവരും ഓരോ ഗിഫ്റ്റ് വന്ന് വാങ്ങിച്ചു. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഉണ്ട് 2-3 ഗിഫ്റ്റ്. എനിക്കും ഗിഫ്റ്റ് കിട്ടി കേട്ടോ. കുളങ്കരയ്ക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. അങ്ങനെ എനിക്ക് സമ്മാനം കിട്ടിയ പെർക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളുടെ ഓണം ഇങ്ങനെയൊക്കെയാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.